കുവൈറ്റ് എന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിത്രമാണ് ഈ കുവൈറ്റ് ടവേഴ്സിൻ്റേത്. കുറച്ച് വർഷങ്ങളായി ഞാൻ കുവൈറ്റിൽ തന്നെ ഉണ്ടെങ്കിലും എനിക്ക് ഈ കുവൈറ്റ് ടവേഴ്സിൻ്റെ ഉള്ളിൽ കയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ മഹത്തായ നിർമ്മിതിയിൽ ഒന്ന് കയറാൻ തന്നെ തീരുമാനിച്ചു. കൂടെ ഈ സുന്ദര നിർമ്മിതിയുടെ ചരിത്രവും കൂടി ഒന്ന് മനസ്സിലാക്കണം. കുവൈറ്റ് ടവറിൻ്റെ ഈ കാഴ്ചകൾ കാണുവാൻ വേണ്ടി എൻ്റെ ചില സുഹൃത്തുക്കൾ കൂടി ഒപ്പമുണ്ട്. അതിലൊരാൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഷമീമാണ്. ഷമീം കഴിഞ്ഞ 17 വർഷമായി കുവൈറ്റിൽ തന്നെ ജോലി ചെയ്തു വരുന്നു. പിന്നെയുള്ളത് സനീഷാണ്. സനീഷ് എൻ്റെ നാട്ടുകാരനും സഹപാഠിയുമാണ്. 3 പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് കുവൈറ്റ് ടവേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇതിൽ 2 ടവറുകളിൽ വാട്ടർ ടാങ്കുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഉയരം 187 മീറ്ററാണ്. പ്രധാന ടവറിലെ താഴെയുള്ള ഗോളം ഒരു വാട്ടർ ടാങ്കും മുകളിലുള്ള ചെറിയ ഗോളം ഒരു ഒബ്സർവേഷൻ ഡെക്കും അതിനു മുകളിലായി ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻറ്റുമാണ് പ്രവർത്തിക്കുന്നത്. ആ ചെറിയ ഗോളത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഗോളങ്ങളൊന്നുമില്ലാത്ത ടവറിൽ ഇതിനോടനുബന്ധിച്ച ഇലക്ട്രിക് ഉപകരണങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കാലങ്ങളിൽ അന്ന് കുവൈറ്റ് അമീറായിരുന്ന ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദിൻ്റെ നിശ്ചയദാർഢ്യമാണ് നാം ഇന്ന് കാണുന്ന കുവൈറ്റ് ടവേഴ്സ്. തങ്ങളുടെ രാജ്യത്ത് ഒരു ജലസംഭരണി ഉണ്ടാക്കുമ്പോൾ ആ ജലസംഭരണി സാധാരണ ഒരു ജലസംഭരണി അല്ലാതെ ഈ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു നിർമ്മിതിയായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പലതരത്തിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങൾക്കും ഒടുവിൽ 1970 നാം ഇന്ന് ഈ കാണുന്ന കുവൈറ്റ് ടവേഴ്സിൻ്റെ രൂപരേഖ തയ്യാറാക്കി. മലയൻ ബിയോൺ എന്ന ഡെൻമാർക്കുകാരിയായിരുന്നു ഈ മഹത്തായ നിർമ്മിതി ഡിസൈൻ ചെയ്തത്. അവരുടെ ഭർത്താവും സ്വീഡിഷ് പൗരനുമായിരുന്ന സൂൺ ലിസ്ട്രോം ആണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. യൂണിയൻ എൻജിനീയറിംഗ് എന്ന കമ്പനിക്കായിരുന്നു പ്രധാന കരാർ. അങ്ങനെ വർഷം 1971 ടവർ നിർമ്മിക്കാനുള്ള എല്ലാ അനുമതിയും നേടി കമ്പനി പണി ആരംഭിച്ചു. ഏതാണ്ട് 47 ലക്ഷം കുവൈറ്റി ദിനാറായിരുന്നു ഇതിനുവേണ്ടി ചിലവഴിച്ചത്. അതായത് ഇപ്പോഴത്തെ 129 കോടി 25 ലക്ഷം ഇന്ത്യൻ രൂപ. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം വർഷം 1976 അറബി മണ്ണിൻ്റെ വിരിമാറിൽ ആ മഹത്തായ നിർമ്മിതി തലയെടുപ്പോടുകൂടി അങ്ങനെ ശോഭിച്ചു നിന്നു. ഇതോടെ 34 ടവറുകളുള്ള കുവൈറ്റ് വാട്ടർ സംവിധാനത്തിലെ 6ാമത്തതും അവസാനത്തെ ഗ്രൂപ്പുമായ ഈ കുവൈറ്റ് ടവേഴ്സ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. വർഷം 1976 പണി പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം 1979 ഈ ടവർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അങ്ങനെ ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കടന്നു. ഇവിടെ ഒരു ടിക്കറ്റിന് 3 ദിനാറാണ്. അതായത് ഇന്ത്യൻ മണി 825 രൂപ. കഴിഞ്ഞ 17 വർഷമായി കുവൈറ്റ് ടവർ പുറത്തുനിന്ന് മാത്രം കാണുന്ന ഷമീമിന് അത്യധികം സന്തോഷം നൽകിയ നിമിഷമായിരുന്നു അത്. ഈ കാണുന്ന വലിയ ജലസംഭരണിക്ക് മുകളിലുള്ള ചെറിയ ഗോളത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല, കുവൈറ്റ് ടവർ അതിഗംഭീരമായ വലിയൊരു നിർമ്മിതിയാണ്. അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഒരു ലോവർ ബെർത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള ലിഫ്റ്റിൽ കയറേണ്ടത്. ടവറിൻ്റെ കാലിനുള്ളിലാണ് നമ്മളിപ്പോൾ. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും. ഇവിടെ വലിയൊരു ഹോട്ടലിൻ്റേതിന് സമാനമായ ഒരു ലോബിയുണ്ട്. ഇവിടെ വെച്ച് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ട് തുടങ്ങുകയാണ്. മുകളിലെത്തിയ ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ടു. എന്തൊരു കാഴ്ചയാണ്! ഇത്രയും നാൾ ഇങ്ങോട്ട് വരാഞ്ഞത് വലിയ നഷ്ടമായി പോയെന്ന് തോന്നിപ്പോയി. അങ്ങകലെ കുവൈറ്റ് സിറ്റിയുടെ ഡൗൺ ടൗണിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. താഴെ ഗൾഫ് സ്ട്രീറ്റ് റോഡിലൂടെ സോപ്പ് പെട്ടികൾ പോലെ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നു. ഒരു സൈഡിൽ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ച, അങ്ങ് ദൂരെ കണ്ണെത്താ ദൂരത്തോളം കടലിൻ്റെ അനന്തമായ കാഴ്ചകൾ. പറഞ്ഞറിയിക്കാനാവാത്ത വിധം സൗന്ദര്യം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ 1990 കുവൈറ്റ് യുദ്ധത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ആ യുദ്ധത്തിൽ സദാം ഹുസൈൻ്റെ പട്ടാളം
ഈ ടവറിന്റെ 75% തകർത്തിരുന്നു. യുദ്ധത്തിനൊടുവിൽ വർഷം 1991 അവസാനത്തോടുകൂടി ഈ ടവർ പുതുക്കി വീണ്ടും പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ തുടർന്നു. ഏകദേശം 2 മില്യൺ കുവൈറ്റി ദിനാർ വേണ്ടി വന്നു ഈ പ്രവർത്തനങ്ങൾക്കായി. ഒടുവിൽ 1992 ഡിസംബർ 26 അന്നത്തെ ധന ആസൂത്രണ മന്ത്രിയായിരുന്ന നാസർ അൽ റൗദാൻ ഔദ്യോഗികമായി ഈ ടവർ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങൾ ഓർത്ത് ഞാൻ മുൻപോട്ട് നടന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒബ്സർവേഷൻ ഡെക്കിലാണ്. ഇവിടെ നിന്ന് ഈ പടികൾ കയറി പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പോക്കറ്റ് കാലിയാകുമെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സാഹസത്തിന് മുതിർന്നില്ല. ഇവിടെ ഫ്ലോറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ സദാസമയം കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ നിന്ന് നമുക്ക് പതിയെ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ട് കാഴ്ചകൾ കാണുവാൻ വേണ്ടിയാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നാൽ തൊട്ടപ്പുറത്തുള്ള ടവറിലെ ഗോളം നമുക്ക് കാണാൻ കഴിയും. 9000 ക്യൂബിക് മീറ്റർ ജലമാണ് ഈ ഗോളത്തിനകത്തുള്ളത്. ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുവൈറ്റിൻ്റെ തന്നെ മറ്റൊരു അഭിമാനമായ അൽ ജാബർ പാലം കാണാനാവും. ഏകദേശം 45 കിലോമീറ്ററോളം കടലിൽ കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണിത്. പല പ്രവാസികളും 3 ദിനാർ വെറുതെ കളയണോ എന്ന് കരുതി ഇങ്ങോട്ട് കയറാറില്ല. പുറത്തുനിന്ന് ടവറിൻ്റെ ഫോട്ടോ എടുത്ത് പോവുകയാണ് പതിവ്. അവർ ഒരിക്കലെങ്കിലും ഇതിൽ കയറി കാഴ്ചകൾ കാണണമെന്നേ ഞാൻ പറയും. നിങ്ങൾ കുവൈറ്റിൽ വന്നിട്ട് ഈ രാജ്യത്തിൻ്റെ തന്നെ ലാൻഡ്മാർക്കായ ഈ നിർമ്മിതിയിൽ ഒന്ന് കയറാതെ പോകുന്നത് എന്തൊരു മണ്ടത്തരമാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ചിലയിടത്ത് ബൈനോക്കുലർ വച്ചിരിക്കുന്നത് കണ്ടു. 500 ഫിൽസ് നൽകിയാൽ ഇതിലൂടെ നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാൻ. 500 ഫിൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 137 രൂപ. അത് ഇന്നത്തെ നിരക്ക് വെച്ചിട്ടാണ് കേട്ടോ. താഴെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഗോളമാണെന്ന് തോന്നുന്ന ഈ നിർമ്മിതിയുടെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ കയറിയതുപോലെയുണ്ട്. അത്രയും വലുതാണിത്. കുറേ അധിക സമയം ഞങ്ങൾ കുവൈറ്റ് ടവറിനുള്ളിൽ ചിലവഴിച്ചു. കുറേ ഫോട്ടോകൾ എടുത്തു. ഇനി തിരിച്ചിറങ്ങാമെന്ന് തീരുമാനിച്ചു. പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് നമ്മുടെ ക്യാമറ വുമൺ അനീജ. അനീജ എന്നാണ് പേരെങ്കിലും ഞങ്ങൾ അനു എന്നാണ് വിളിക്കുന്നത്. അനു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സഹോദരിയാണ്, ഇപ്പോൾ എൻ്റെയും. അവളിവിടെ കുവൈറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഇനി എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഞങ്ങളെ വീണ്ടും കുവൈറ്റ് ടവർ അത്ഭുതപ്പെടുത്തി. ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. കുവൈറ്റ് ടവറിൻ്റെ ചരിത്രവും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം പരിഗണിക്കുക. ഇനിയും ഇതുപോലെ കുവൈറ്റിലെ പലതരം കാഴ്ചകളും അതിൻ്റെ ചരിത്രവും ഒക്കെയായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.